ഒരാഴ്ച നമുക്ക് തരും, പിന്നെ തരുമോ അവര് കടം? ഇതാണ് അവസ്ഥ. 6 മാസത്തോളം നമുക്ക് തൊഴിലില്ലാതെ പിന്നെ കുറച്ച് അരി ഇവിടെ എന്താ കിട്ടുക? അരി കിട്ടിയിട്ട് എന്താ പുണ്യവിരിക്കണ? അരി കൊണ്ട് എന്ത് ചെയ്യാനാണ്? അത് പുഴുവും ഉച്ചയൊക്കെയാണ് നിറച്ചു, അല്ലാണ്ട് ഒരു പ്രയോജനവും ഇല്ല. നമ്മ എങ്ങനെ ജീവിക്കും ഒറ്റോർത്തന്മാരൊക്കെ? ഈ കൊച്ചുങ്ങളെയൊക്കെ ജീവിക്കണമെങ്കിൽ എന്തെങ്കിലും എന്നും വേണം. എത്ര രൂപ ഉണ്ടെങ്കിലും 10 പേരും പണിയെടുത്താലും ജീവിക്കാൻ പറ്റാത്ത കാലമാണ്. മനസ്സിലാവും, നമ്മളെന്തായാലും ഇത് മെയിൽ അയക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് എന്തായാലും കാര്യമായിട്ട് അയക്കണം എന്താണെങ്കിലും. മനസ്സിലാവും. അത്രയും ബുദ്ധിമുട്ടിലാണ്. അതായത് ജയിപ്പിച്ച് വിട്ടിട്ട് നമ്മളുടെ ടാക്സ് കൊണ്ട് നിലനിർത്തുന്ന നമ്മളുടെ സൗഭാഗ്യങ്ങള്, കാര്യങ്ങള്, അപ്പൊ തന്നെ കറണ്ട് കാശ് കട്ട് ചെയ്യും. നമ്മുടെ സൗഭാഗ്യങ്ങൾ മോഷ്ടിച്ച് നിൽക്കുകയാണ്. നമ്മുടെ സൗഭാഗ്യങ്ങൾ മോഷ്ടിച്ചിട്ടാണ് മന്ത്രിമാരും ഈ പറയുന്ന MLA-മാരും നിന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സൗഭാഗ്യങ്ങൾ കട്ടുകൊണ്ട് അല്ലേ? പിന്നെ നമ്മളാണെങ്കിൽ ഈ വെള്ളപ്പൊക്കത്തിലാണ് 6 മാസത്തോളം ഇവർക്കൊക്കെ ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. പട്ടിണിയാണ്. പട്ടിണിക്കുള്ള അവസ്ഥയിലേക്ക് സ്വന്തം വീട് പോലും നഷ്ടപ്പെടുന്ന രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഗവൺമെന്റ് അതോറിറ്റീസ്, ഈ പറയുന്ന മന്ത്രിമാരൊക്കെ കുറച്ചെങ്കിലും ശ്രദ്ധ പുലർത്താം. കാരണം നിങ്ങളൊക്കെ നിങ്ങളൊക്കെ ആ സ്ഥാനത്ത് നിലനിർത്തുന്നത് ഈ പറയുന്ന പാവപ്പെട്ടവരാണ്. ഓക്കെ, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ 10 രൂപയിൽ നിന്ന് ഒരു മനുഷ്യന് 300 രൂപയിലാണ്ട് ജീവിക്കാൻ കഴിയില്ല. അപ്പൊ ഒരു 10 രൂപയിൽ നിന്ന് 50 പൈസ വെച്ചിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങൾക്ക് ടാക്സ് കൂടുതലാണ്. പാക്കറ്റ് സാധനങ്ങൾക്കൊക്കെ ടാക്സ് കൂടുതലാണ്. ഒരുപോലെ സ്വർണത്തിന്റെ വാജാണ്. പിന്നെ എന്തു പറയാ, എങ്ങനെ ജീവിക്കാൻ ആൾക്കാര്? മനസ്സിലാവും. പിന്നെ വെളിച്ചെണ്ണക്ക് തേങ്ങ പോലും കിട്ടാൻ വഴിയില്ല. സാധാരണക്കാരന്റെ അവസ്ഥ ഇങ്ങനെ ഇരിക്കുമ്പോ AC കാറിലും കാര്യങ്ങളിലും ഒക്കെ പോകുന്ന ആൾക്കാർ കുറച്ചെങ്കിലും മാന്യത പുലർത്താ, ഇവരെ സംരക്ഷിക്കുക. ഇങ്ങോട്ട് പാടി വരും. അത് ചെയ്തില്ലെങ്കിൽ അപ്പൊ തന്നെ അങ്ങാട് ചെയ്തേക്കാന്ന് പറഞ്ഞ് പോക്കാൾ. ഇതിന്റെ അപ്പുറമാണ് കുമ്പളങ്ങിലൊക്കെ വീട് കിടക്കാൻ പറ്റണില്ല. യാതൊരു കാരണവശാലും വോട്ട് ചെയ്യാതിരിക്കുക. ചേച്ചി വോട്ട് ചെയ്യാതിരിക്കില്ല. ഞാൻ വോട്ട് ചെയ്യാതിരിക്കരുതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വോട്ട് നമ്മൾ വിനിയോഗിക്കണം. പക്ഷേ ഈ പറയുന്ന കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും BJP-ക്കും കൊടുക്കാതിരിക്കുക. കാരണം സെൻട്രൽ ഗവൺമെന്റിൽ BJP ഇരുന്നിട്ട് നമ്മളുടെ ഇവിടെ ഓഡിറ്റ് ചെയ്യുന്നില്ല. പിന്നെ എന്ത് ചെയ്യണം? അതേപോലെ തന്നെ ഇവിടെ പ്രതിപക്ഷം എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് ഇരുന്നിട്ടും നമുക്ക് അവര് പ്രഷർ ചെലുത്തിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നില്ല. നമ്മളിപ്പോ ഒരു ഗവൺമെന്റ് രജിസ്റ്റേർഡ് ആയിട്ട് നിൽക്കുന്ന നമ്മൾ കോൺഫെഡറേഷൻ ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ വെൽഫെയർ അസോസിയേഷൻ ആണ്. നമുക്ക് സമൂഹത്തിനോട് മാത്രമാണ് പ്രതിബദ്ധത ഉള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് കഴിയാവുന്നതിന്റെ മാക്സിമം നമ്മൾ പ്രഷർ ചെയ്യും. നമ്മൾ അവരെ കൊണ്ട് നടപടികൾ എടുപ്പിക്കും. നമുക്കുള്ള നഷ്ടങ്ങൾ അവർ നികത്തേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. കാരണം നമ്മളുടെ വോട്ട് കൊണ്ട് എല്ലാ സൗഭാഗ്യങ്ങളും ലക്ഷങ്ങളും സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാര് അതെ നമ്മൾ പട്ടിണിയെടുക്കാണ്. 6 മാസത്തോളൊക്കെ പട്ടിണിയാണ്, തൊഴിലില്ല. ബാക്കിയുള്ള 6 മാസം കൊണ്ട് വേണം ഒരു വർഷം കഴിഞ്ഞു കൂടാനായിട്ട്. ഈ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്.